ഇന്നത്തെ ഐറ്റം ഇതുകൊണ്ടായിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ കറി ചിക്കൻ പാർട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇടിച്ചത് ഇതെല്ലാം കൂടിയാണ് ചേർക്കുന്നത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഇടിച്ചതെല്ലാം ഞാൻ മാറ്റി. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കട്ടോ. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അത് ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ആ സവാള ഒന്ന് സോഫ്റ്റ് ആവണ വരെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇടിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് വാട്ടിയെടുക്കുക. പിന്നെ ഉള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ചിക്കൻ മസാല ആണ് കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് ആ എണ്ണ തെളിയണ വരെ വഴറ്റിയെടുത്തതിന് ശേഷം അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിതായി കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ അത് ആദ്യമായിട്ട് നന്നായിട്ട് വിസിലടുപ്പിച്ചെടുക്കുക. ഒരു 5 വിസിൽ അത് അടുപ്പിച്ചെടുക്കുക. എന്നിട്ടാണ് ശേഷമാണ് നമ്മൾ മുട്ട ഒക്കെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വേവിച്ചെടുത്തിക്കണം. ഇനിയാണ് നമ്മൾ മുട്ടയും പിന്നെ മല്ലിയിലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് ഇനിയൊരു 2 വിസിലും കൂടി അടുപ്പിച്ചെടുക്കുക. ഓരോ കുക്കറിൻ്റെ വേവിനനുസരിച്ച് വേവിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വറുത്തിട്ട് അതും കൂടി താളിച്ച് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പൊറാട്ടൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ നെയ്ച്ചോറാട്ടോ എടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.